നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. അങ്ങനെ റമദാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും റമദാൻ മുബാരക്. ഈ ഒരു മാസം എന്ന് പറയുന്നത് പുണ്യമാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഇഫ്താറിന് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇത് നല്ല ക്രീമി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കഴിക്കുമ്പോൾ ദാഹവും ക്ഷീണവും ഒക്കെ മാറാനായിട്ട് സഹായിക്കും. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. അതിനായി കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്, ഒരു ഹാൻഡ്ഫുൾ, അതായത് ഒരു പിടി ബദാം. ഒരു 12 മുതൽ 15 ബദാം ഉണ്ടാവും. ഇതൊരു അരമണിക്കൂർ മുന്നേ ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. അങ്ങനെ ഇട്ട് വെക്കുമ്പോൾ ബദാം നല്ല കുതിർന്ന് കിട്ടും. ഇനി അടുത്തായിട്ട് ഒരു 4 മുതൽ 5 ഡേറ്റ്സ്, അതായത് ഈന്തപ്പഴം, കുറച്ച് പാലൊഴിച്ചിട്ട് ഇങ്ങനെ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ്സ് നല്ലതായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇവ രണ്ടും നേരത്തെ ഒന്ന് റെഡിയാക്കി വെക്കുക. ഇനി അടുത്തായിട്ടൊരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സ് ഇട്ട് കൊടുക്കാം. ഇത് മാർക്കറ്റിൽ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് കുതിർക്കാനായിട്ട് കുറച്ച് സമയമുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് മാത്രം വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, അതായത് ഇത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതൊരു 3 മുതൽ 4 പേർക്ക് സെർവ് ചെയ്യാനായിട്ടുള്ളൊരു ഡ്രിങ്ക് ആട്ടോ തയ്യാറാക്കുന്നത്. ഇപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും കുറച്ച് കൂടുതൽ എടുക്കണേ. ഇനി നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന ബദാമിൻ്റെ സ്കിന്നൊന്ന് എടുത്ത് മാറ്റും. ഇതുപോലെ ആക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ സ്കിൻ ഇളകി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താലും സ്കിന്ന് പെട്ടെന്ന് തന്നെ ഇളകി വരും. കണ്ടോ, ഇതുപോലെ. എപ്പോഴും നമ്മൾ ബദാം കഴിക്കുമ്പോൾ കുറച്ച് നേരം കുതിർത്ത് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്നത്. ബദാമിൻ്റെ സ്കിന്ന് എടുത്തിട്ട് കഴിക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. മിക്സഡ് റിവ്യൂ കേട്ടിട്ടുണ്ട്. ചില ആൾക്കാർ ബദാമിൻ്റെ സ്കിന്നോട് കഴിക്കുന്നുണ്ട്, ചിലർ ഇതുപോലെ സ്കിന്ന് ഇളക്കിയിട്ടും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതനുസരിച്ച് ചെയ്യുക. അങ്ങനെ ബദാമിൻ്റെ തോലൊക്കെ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. ഇതിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ചെറിയ ജാർ എടുക്കുന്നത്. കൂടുതൽ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ വലിയ ജാർ എടുക്കണേ. ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബദാം ചേർത്ത് കൊടുക്കുക. നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ആ പാലോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് കസ്റ്റേർഡ് പൗഡർ, 1.5 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. കസ്റ്റേർഡ് പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ ചെറിയൊരു യെല്ലോ കളർ കിട്ടും. ഇനി ഇത് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. കസ്റ്റർഡ് പൗഡർ ചേർത്തുകൊണ്ടാണ് ഈ ഒരു കളർ കിട്ടിയത്. അപ്പോൾ ഇതിൽ എക്സ്ട്രാ പാലോ വെള്ളമോ ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ ഈന്തപ്പഴം കുതിർത്തപ്പോൾ കുറച്ച് പാല് ചേർത്തിട്ടില്ലായിരുന്നു, അത് മാത്രം മതിയാകും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് കുറച്ച് പാല് നന്നായിട്ടും തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായിലോട്ട് 1/2 ലിറ്റർ പാൽ ഒഴിച്ചെടുക്കുക. ഈ ഒരു അളവിൽ ഒരു 3 മുതൽ 4 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ലോ ഫാറ്റ് പാലാണ്. അതല്ല ഫുൾ ഫാറ്റ് പാലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കണേ. ഇനി ഈ പാല് നന്നായിട്ടും തിളപ്പിച്ചെടുക്കുക. അപ്പോൾ പാല് തിളപ്പിക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ പാട കെട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ റമദാനല്ലേ, അതുകൊണ്ട് തന്നെ ഇഫ്താർ സമയത്ത് ഈ ഒരു ഡ്രിങ്ക് കുടിക്കണമെന്നുണ്ടെങ്കിൽ ആ ക്ഷീണവും ദാഹവും ഒക്കെ മാറുകയും ചെയ്യും. ഇത് മാത്രമല്ല കേട്ടോ, അതായത് ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്തായാലും മടിയുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അതും വളരെ നല്ലതാണ്. കുട്ടികൾക്ക് മാത്രമല്ല, ഈവൻ നമുക്ക് പോലും ഒരു 11 മണിക്കൊക്കെ വിശപ്പ് തോന്നുകയാണെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ അതും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല, ബദാമും ഡേറ്റ്സ് ഒക്കെയാണ് ചേർക്കുന്നത്. അപ്പോൾ വളരെ ഹെൽത്തിയാണ്. അങ്ങനെ പാല് ഇതുപോലെ നന്നായിട്ടും തിളച്ച് വരണം. ഇനി ഫ്ലെയിം ഒന്ന് ലോയിലാക്കി വയ്ക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന ബദാമും ഡേറ്റ്സും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. കാരണം ഇതിൽ കസ്റ്റർഡ് പൗഡറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുറുകിപ്പോവും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം എന്ന് പറഞ്ഞത്. എടുത്തു വെച്ച ഒരു ബൗളിൽ ഇതുപോലെ കുറച്ച് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പാൽ ഒഴിച്ചതിന് ശേഷം മിക്സാക്കി ഇതിലോട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതൊരു 3 മുതൽ 4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണേ. ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ മധുരം നോക്കുക. മധുരം ആവശ്യമാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഈന്തപ്പഴത്തിന് ചെറിയൊരു മധുരം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയാണോ മധുരം ആവശ്യമുള്ളത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഈ ഒരു അളവിൽ പഞ്ചസാര ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മിതമായിട്ടുള്ള മധുരമേ ഉണ്ടാകത്തുള്ളൂ. നമ്മളിതിലെ ബദാമും ഡേറ്റ്സൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ക്രീമി ആയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് വിശപ്പൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ്. കാരണം ഇതിൽ നമ്മൾ ചേർത്തേക്കുന്നതെന്ന് വെച്ചാൽ ബദാമും ഡേറ്റ്സും ആണ്. പിന്നെ കസ്റ്റർഡ് പൗഡർ ചെറിയൊരു കളർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. കസ്റ്റർഡ് പൗഡർ ചേർക്കുന്നുണ്ട് ഒത്തിരി മധുരമൊന്നും ഉണ്ടാവില്ല. ഇനി ഇതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വാനില എസൻസോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഏലാം പൊടിച്ചോ ചേർക്കാം. ഞാനിപ്പോൾ ഇവ രണ്ടും ചേർക്കുന്നില്ല. അങ്ങനെ നമ്മുടെ മിക്സ്ചർ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് ചൂട് മാറാനായിട്ട് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
ഇതുപോലത്തെ ഒരു ബൗളിൽ ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോയും അതുപോലെ തന്നെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബൗളിലോട്ട് മാറ്റിയത്. ചൂട് ചെറുതായിട്ടൊന്ന് മാറുന്നവരെ ഇതുപോലെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഫ്രീസറിൽ വെക്കല്ലേ, ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ 1 മണിക്കൂർ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് 1 മണിക്കൂർ ആയപ്പോഴത്തേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച സബ്ജ സീഡ്സ് ആണ്. നോക്കൂ, നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു മിക്സറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് മുഴുവനോടെ ചേർക്കുന്നില്ല, കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. സബ്ജ സീഡ്സ് ചേർത്തുകൊണ്ട് തന്നെ ഈ ഡ്രിങ്ക് കുടിക്കുമ്പോൾ ഇടയ്ക്ക് സബ്ജ സീഡ്സും കൂടി കഴിക്കാനായിട്ട് കിട്ടും. ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ. ഇതിൽ ബദാമും ഡേറ്റ്സൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു ക്രീമി ടെക്സ്ചറാണുള്ളത്. ഈ ഒരു ഡ്രിങ്ക് ചെറിയ തണുപ്പോടെ തന്നെ കുടിക്കണം കേട്ടോ, അതാണ് കൂടുതൽ ടേസ്റ്റ്. അങ്ങനെ ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബദാം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൺഫ്ലവർ സീഡ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പിസ്താഷ്യം കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ചേർക്കണം നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. ഈ നട്ട്സും കൂടി ചേർക്കുകയാണെങ്കിൽ നമ്മൾ ഡ്രിങ്ക് കുടിക്കുമ്പോൾ സബ്ജ സീഡ്സും അതുപോലെ തന്നെ നട്ട്സും കൂടി ഒന്ന് കഴിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നല്ലൊരു ഫില്ലിംഗ് തന്നെ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്രിങ്ക്. ഇനി ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. നേരത്തെ കുറച്ച് സബ്ജ സീഡ്സ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഡ്രിങ്ക് ഒഴിച്ചെടുക്കാം. നോക്കൂ, നല്ലൊരു ക്രീമി ഡ്രിങ്കാണ്. ഇനി ലാസ്റ്റ് കുറച്ച് നട്ട്സും കൂടി വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹെൽത്തി ഇഫ്താർ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഒരു ഡ്രിങ്ക് കുടിക്കുമ്പോൾ നമ്മളിതിൽ ചേർത്തേക്കുന്ന സബ്ജ സീഡ്സും നട്ട്സും കൂടി ഇടയ്ക്ക് കഴിക്കാൻ കിട്ടും കേട്ടോ. അതാണ് ഈ ഒരു ഡ്രിങ്കിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. എല്ലാവർക്കും റമദാൻ മുബാരക്. പറ്റുന്ന പോലെ സന്തോഷമായിട്ടിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.